നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു വീഡിയോ ആണ്. കാരണം വാർദ്ധക്യം പ്രായമാകുമ്പോൾ നമ്മളുടെ ചെറുപ്പകാലത്തിലുള്ള ചെറുചുറുക്കൊക്കെ മാറി നമുക്ക് കൈക്കും കാലിനും ഒക്കെ വേദന അനുഭവപ്പെടും. അപ്പോഴ് നമുക്ക് കൈകൾക്കൊക്കെ വേദന വരുമ്പോൾ നമ്മളൊക്കെ എവിടെയാ പോവുക? ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് കുറെ മരുന്നുകൾ കഴിക്കും, അപ്പൊ പെയിൻ കില്ലർ കഴിക്കും, വേദന പോവും. പക്ഷെ അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അവിടെ വേദന വരും. ഈ വേദന വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ മസിലുകളൊക്കെ സ്റ്റിഫായി അതിന് വ്യായാമമില്ല, പേശികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. മസിലുകൾക്ക് വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അവർ സ്വന്തമായി അവരുടെ കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുന്ന അവരുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ആ എക്സസൈസിലൂടെ അവർക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ഒരു പ്രായമായ ഒരു അമ്മച്ചിയുടെ വീഡിയോ ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. ഈ അമ്മച്ചിയുടെ വീഡിയോയിൽ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ആ സന്തോഷമുണ്ടല്ലോ, ആ മുഖത്ത് കാണുന്ന പുഞ്ചിരി, അത് മതി നമ്മുടെ ജീവിതം നിറയാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ, പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കായിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തു കൊടുക്കണം. അപ്പൊ അതിന് ചെറിയ ചെറിയ പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങൾ നൽകുവാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുവാനും കൈ ഉയർത്തുവാനും നടക്കുവാനും ഒക്കെ പറ്റും. അത് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡയറിയിൽ ഇടുന്നത്. ഒരു 85 വയസ്സുള്ള അമ്മ, കുറേ നാളായിട്ട് അമ്മയ്ക്ക് കൈകൾ, ഷോൾഡർ ഉയർത്തുവാനോ സ്വന്തമായി ഭക്ഷണം വാരി കഴിക്കുവാനോ അല്ലെങ്കിൽ കൈ ഉയർത്തി ഒന്നും കൈകൾ കൊണ്ട് പച്ചക്കറികൾ അരിയാനും ഒന്നും പറ്റാത്ത ഒരു അമ്മയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരെ പ്രോത്സാഹിപ്പിക്കുക, മോട്ടിവേഷൻ കൊടുക്കുവാണെങ്കിൽ എത്ര പറ്റാത്ത ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് അവരെ സ്ട്രെങ്ത്, വ്യായാമത്തിലൂടെ അമ്മ എക്സസൈസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത്. അപ്പം ഈ വീഡിയോ ഒരു തെളിവാണ്. നമ്മൾ നോക്കാം നമുക്ക് വീഡിയോയിലേക്ക്. പോട്ടെ. 1 നമ്മൾ നേരെ നോക്കാം. 2 3 4 5 6 നേരെ 7 8 9 10 1 പോകട്ടെ 2 3 4 5 6 7 8 9 10 ഇനി 1 താഴത്ത് 2 അങ്ങനെ ഇതിങ്ങനെ ചെയ്താൽ മതി. പറയും 1 2 മുകളിലോട്ട് നോക്കണ്ട, 3 കൈ നിവർത്തണം, 4 അങ്ങനെ 5 6 7 8 9 10. ഈ കൈ അമ്മയുടെ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ആ കൈനെ നേരെ ആക്കണം കേട്ടോ, നേരെ പിടിക്കണം. പോട്ടെ 1 2 3 4 1 2 3 4 പോട്ടെ 1 2 3 4 1 2 3 4 നിവർന്നിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 1 ഡൗൺ 2 പോകട്ടെ, പൊങ്ങണം അങ്ങനെ 2 ഡൗൺ ഇങ്ങനെ വെക്കട്ടെ. ഇനി അടുത്ത് പോകട്ടെ 1 ഡൗൺ 2 ഡൗൺ 3 ഡൗൺ 4 down 5 down 6 down 7 down 8 down 9 down 10 down